ഏറ്റുമാനൂർ കോടതിക്ക് സമീപമുള്ള സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ പ്രവർത്തിക്കുന്ന കെഎസ്ഇബിയുടെ ഡംപിംഗ് യാർഡിൽ വൻ തീപിടുത്തം. കാടും പടർപ്പും നിറഞ്ഞ പ്രദേശത്ത് ആളിപ്പടർന്ന തീയിൽ കെഎസ്ഇബിയുടെ നിരവധി മരത്തൂണുകൾ കത്തിനശിച്ചു. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയാണ് സംഭവം. കോട്ടയത്ത് നിന്നെത്തിയ അഗ്നിശമന സേന യൂണിറ്റ് ഏറെ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇലക്ട്രിക് ലൈനിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഏറ്റുമാനൂർ സ്വദേശി അഡ്വക്കേറ്റ് പ്രശാന്ത് രാജൻ ഉടൻ തന്നെ കോട്ടയം ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. അപകടം നടന്നയുടൻ തന്നെ കെഎസ്ഇബി ഉദ്യോഗസ്ഥർ പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് വലിയ അപകടം ഒഴിവാക്കി. കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ തീപിടുത്ത സാധ്യത വർദ്ധിച്ചു വരികയാണ്. ഏറ്റുമാനൂരിൽ ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ഇതോടെ വീണ്ടും ശക്തമായിരിക്കുകയാണ്. ഏറ്റുമാനൂരിൽ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കാനായി നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്താണ് ഇപ്പോൾ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. കെഎസ്ഇബിയുടെ സ്ഥലമാണ്. അവരുടെ മറ്റ് സാമഗ്രികളും പോസ്റ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് അറിവ് ഇത് ഫയർഫോഴ്സിന് വേണ്ടി കണ്ടെത്തിയ സ്ഥലമാണ്. അവർ വന്ന് വിളിച്ചൊക്കെ പോയതാണ്. ഞങ്ങൾ ഒരു അരമണിക്കൂർ മുമ്പാണ്, 3/4 മണിക്കൂറായിട്ടാണ് ഇവിടുന്ന് തീ പുക വരുന്ന കണ്ടാണ് വന്ന് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും അലർട്ടായി. ആദ്യം കെഎസ്ഇബി അറിയിച്ചു, അവർ ലൈൻ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഫയർഫോഴ്സിനെ വിളിച്ച് അറിയിച്ചിട്ട് വളരെ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. വളരെ സ്പീഡിൽ തന്നെ അവർ എനിക്ക് 15-20 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. വളരെ സ്പീഡിൽ വന്നു ഏതാണ്ട് തീ അണച്ചിട്ടുണ്ട്. ഇതെല്ലാം കരിയില വീണ് നടക്കുന്ന സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് അറിയിക്കാൻ പറ്റിയ ഒരു കാര്യം, അല്ലെങ്കിൽ വലിയ ആൾ പിടിക്കുന്ന സാഹചര്യമാണ്. ഇനിയിപ്പം കുറേ കൂടെ അലേർട്ടാകേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം വളരെ വേനൽ കത്തി ചൂട് കൂടുകയാണ്. അതുകൊണ്ട് ഏറ്റുമാൻ്റെ ഒരു ഫയർഫോഴ്സ് സ്റ്റേഷൻ എന്നത് വളരെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്ന ഒരു ഇൻസിഡൻ്റായി ഇത് കാണണം അധികാരികൾ. ഇവിടെ തന്നെ അതിനുള്ള മാർഗങ്ങൾ നടപ്പാക്കാൻ കഴിയട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. i4e ന്യൂസ്, ഏറ്റുമാനൂർ.